BMS-ന്റെ പിന്തുണയോടുകൂടി SUCA നടത്തുന്ന ഒരു സമരത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് എന്റെ ടേക്ക്. അതെന്റെ നിലപാടാണ്. SUCA-യുടെ ഈ സമരത്തെ പിന്തുണ ചെയ്യുന്നത് എന്ന് നോക്കൂ, BMS ആണ്. ഭാരതീയ മസ്ദൂർ സംഘ് എന്ന് പറയുന്ന സംഘടനയാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന പാർട്ടിയുടെ സംഘടനയാണ് SUCA-ക്കൊപ്പം ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ. BMS 4-ാം തീയതി 4/3/2025 വീണ ജോർജിന് കൊടുത്തിരിക്കുന്ന ഒരു കത്തിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ഇടയിലുള്ള ദ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് ലെഡ് ബൈ BMS വിൽ ബി കമ്പൽഡ് ടു ഗോ ഓൺ ആൻ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് SUCA-യുടെ സമരപ്പന്തൽ വരുന്നത്. ഈ SUCA-യുടെ സമരപ്പന്തലിൽ അഥവാ SUCA BMS-ന്റെ സമരപ്പന്തലിൽ വന്നത് കേന്ദ്രമന്ത്രി അവർക്ക് ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കുന്നത് ഓഫർ ചെയ്യാനായിരുന്നില്ല, പകരം അവിടെ BMS-ന്റെ തൊഴിലാളികളിൽ ഈ സംഘടനയിലേക്ക് ആശാപ്രവർത്തകരെ കൂടി ക്യാമ്പയിൻ ചെയ്യാനായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. ഈ രാഷ്ട്രീയം നമ്മൾ കാണാതെ പോകരുത്. കേരളം ഒണേറിയത്തിൽ 1000-ഓ 2000-ഓ കൂട്ടരുത് എന്നല്ല, അത് കൂട്ടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ കൂട്ടിയ ചരിത്രമുണ്ട്. 1000-ൽ നിന്ന് 7000 രൂപയായി ഒണേറിയം പടിപടിയായി വർദ്ധിപ്പിച്ചു. പക്ഷെ നോക്കൂ, 21,000 എന്ന ഒരു തുകയിലേക്ക് 3 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കണം, അതും തൊഴിലാളികളായി പ്രഖ്യാപിക്കാതിരിക്കുന്ന ഈ ആശാവർക്കർമാരെ എന്ന് പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, നേരത്തെ അണ്ണാ ഹസാറയുടെ മോഡലിൽ ഡൽഹിയിൽ നമ്മൾ കണ്ട ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ തുടങ്ങിയത് വലിയ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യവുമായിട്ടാണ്. അതിന്റെ ആനുകൂല്യം ഒടുവിൽ ലഭിച്ചതാർക്കാണ്? ആ ആനുകൂല്യം കൊണ്ടുപോയത് BJP ആണ് എന്ന് നമുക്കറിയാവുന്നതാണ്.